ഹലോ മിക്കോസ്. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അത് നൈസായിരുന്നു കേട്ടോ. ചിക്കനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാൻറ്റീനിലെ ബ്രോ ആട്ടോ നമ്മുടെ ചിക്കൻ അരിഞ്ഞിരുന്നത്. കൂടുതൽ ഇന്നത്തെ പോലെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റാഷിക്കാണ് നമ്മുടെ മെയിൻ ഷെഫ്. റാഷിക്ക് ലീത്തേട്ടിനും കൂടി കേട്ടോ ഇന്നത്തെ ബിരിയാണിയുടെ ആൾക്കാർ നേരൊക്കെ വെച്ച് ഉഷാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ദിൽനച്ചിക്ക് ഒരു സമാധാനത്തിനാണ് പുള്ളിക്കാരി തന്നിട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഏത് നേരം ഓണായിരിക്കും ആശ. പിന്നെ ശരത്ത് ഞാനും കൂടെ നെയ്യെല്ലാം ഒഴിച്ച് അത്യാവശ്യം ഒന്ന് മൂപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ അത്യാവശ്യം കുറച്ചെല്ലാം കരിഞ്ഞിട്ടുണ്ടല്ലേ. യെസ്, പണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ സെറ്റായിട്ടുണ്ട്. പുറത്ത് അരി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദെൻ പൂച്ച നോക്കിക്ക് രക്ഷയില്ല കേട്ടോ. എത്ര പൂച്ചയെന്നാണ് ഇവിടെ. ഇവന്മാർക്ക് അവിടെ ചാകരാണ് എല്ലാ ആഴ്ചയും. അരി അങ്ങോട്ട് അത്യാവശ്യം വേവായി എന്ന് കണ്ടപ്പോൾ അങ്ങ് എടുക്കുക കേട്ടോ. ഒരു 70% വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ചോറും കൂടെ ഫില്ലാക്കിയതിന് ശേഷം ബാക്കിയുള്ള സാധനം വെതറിയിട്ട് ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് ഒരു പൊടിക്ക് നിർബന്ധം കേട്ടോ. ശേഷം ഉള്ളിൽ മറ്റേ സലാഡിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ അത് എൻ്റെ തലയിൽ തന്നെ വന്ന് വീണ് കേട്ടോ. പിന്നെ അത് അനൂപായിട്ട് ദമ്മ് പൊട്ടിയുന്ന കാഴ്ചയാണേ. മോനെ സ്മെല്ല് വരുമ്പോൾ തന്നെ സഹിക്കുന്നില്ല. പിന്നെ നമ്മളെ മെയിൻ ഷെഫ് തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫുഡ് നൈസായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ. അത് ആദ്യം തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനടുത്തുള്ളിൽ കാണാം. ടേക്ക് കെയർ, ബൈ.